Don't push back. Oh. Don't push back. Oh. Don't push back. Oh. Don't push back. Hi guys, welcome back to our YouTube channel Hustling Honeys. So ഇന്ന് നമ്മൾ വീക്കെൻഡ് സീരീസ് എപ്പിസോഡ് നമ്പർ 3 എടുക്കാനായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ഡെസ്റ്റിനേഷൻ വന്നിരിക്കുന്നത്. സോ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് അറിയണ്ടേ? ദിസ് ഇസ് നോൺ ആസ് സൗത്ത് ആംപ്ടൺ, ദ ഓൾഡസ്റ്റ് പോർട്ട് ഓഫ് ബ്രൂസ് കോസ്റ്റ്. സോ ഇത് ആക്ച്വലി ബ്രാംപ്ടണിൽ നിന്ന് വിട്ട് ഒരു 2.5 hours ദൂരെയുള്ളൊരു സ്ഥലമാണ്. നമ്മൾ 2.5 hours ഡ്രൈവ് ചെയ്തിട്ടാണ് ഇവിടോട്ട് വന്നേക്കുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് ബ്ലൂ ലേക്ക് ഹെറോൺ എന്നുള്ളൊരു ലേക്ക് ഒണ്ടേരിയോ അല്ല, ലേക്ക് ഹെറോൺ ആണ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മിക്ക ബീച്ചസും ലേക്സും ഒക്കെ ഉള്ളത്. സോ പിന്നെന്ന് പറയാനായിട്ട് ഇത് നമ്മുടെ ടൊബർമോറി, ബ്ലൂ മൗണ്ടൻ, അങ്ങനത്തെ ഐക്കോണിക് പ്ലേസസ് എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് പ്ലേസസ് കാനഡയിലുണ്ട്. അപ്പം അങ്ങനത്തെ പ്ലേസസിനും അടുത്തായിട്ടുള്ളൊരു ചെറിയൊരു ടൗൺ ആണ് ആക്ച്വലി ഇത്. ഇവിടെ കുറേ കുട്ടി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെ മെയിൻലി നമ്മൾ ടിം ഹോർട്ടൻസ് അങ്ങനത്തെ ഒരു വേൾഡ് ലൈക്ക് കൺട്രി വൈഡ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്സിനെക്കാളും ഇവിടുത്തെ സ്മോൾ ടൗൺ ലോക്കൽ റെസ്റ്റോറൻറ്റ്സും ലൈബ്രറീസ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്ലേസസ് കവർ ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ വന്ന സമയം ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. സോ ഈ റെസ്റ്റോറൻറ്റ് ഏതാണ് നമുക്ക് കാണിച്ചു തരാം. Don't push back. Oh. Don't push back. Oh. Don't push back. ഓക്കെ ഗൈസ്, സോ ഇതാണ് സൗത്ത് ആംപ്ടന്റെ ഒരു ടൂർ മാപ്പ്. സോ ആക്ച്വലി ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നിട്ട് നമുക്കിനി കുറേ ഇങ്ങനത്തെ കീ പ്ലേസസ് ഉണ്ട്. സോ ഫസ്റ്റിലാണ് നമുക്കൊരു ബ്രൂസ് കൺട്രി മ്യൂസിയവും കൾച്ചറൽ സെന്ററും ഉള്ളത്. അവിടെ നമ്മളൊന്ന് പോകുന്നതായിരിക്കും. പിന്നെ പോരാത്തതിന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിന്റെ റോഡ് അക്രോസ് ആണ് നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റ് ഉള്ളത്. റെസ്റ്റോറൻറ്റ് ഇസ് നോൺ ആസ് ലൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റ്. സോ അവിടെയാണ് ഇപ്പം നമ്മൾ ആദ്യം പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴത്തേനും ഇവിടെ നമ്മൾ നമ്പർ 3 എന്ന് പറയുന്ന കാണുന്നിടത്താണ് ഷാൻട്രി ഐലൻഡ് ലൈറ്റ് ഹൗസ് ആൻഡ് ടൂർ. അവിടെ ആക്ച്വലി ഒരു ബോട്ട് ടൂർ ആണുള്ളത്. അത് പക്ഷെ നേരത്തെ നമ്മൾ റിസർവ് ചെയ്യുകയോ ബുക്ക് ചെയ്യുകയോ വേണം. അതുകൊണ്ട് നമുക്ക് ഇപ്പം അതിന്റെ ടിക്കറ്റ്സ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവിടുന്ന് നമ്മൾ പോകുമ്പോഴത്തേനും നമുക്ക് 5th എന്ന് പറഞ്ഞ് കാണുന്നിടത്താണ് റേഞ്ച് ലൈറ്റ്സ് ഓഫ് സൗത്ത് ആംപ്ടൺ. അതെന്ന് പറയുന്നത് ലൈറ്റ് ഹൗസ് ആണ്. അവിടെ നമ്മൾ പോകുന്നുണ്ട്. അവിടെ ഒരു റെയർ ലൈറ്റ് ഹൗസും ഒരു ഫ്രണ്ട് ലൈറ്റ് ഹൗസും ഉണ്ട്. അത് നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് പറയാം. സോ ഇതാണ് ആക്ച്വലി സൗത്ത് ആംപ്ടന്റെ ഒരു ടൂർ മാപ്പ്. ഇതൊക്കെ ഇതിലൊരു മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് നമ്മൾ ഇന്ന് കവർ ചെയ്യും. സോ ബാക്കിയൊക്കെ നമുക്ക് ഇനി ഓരോ പ്ലേസസ് കവർ ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് പറയാം. ഓക്കെ, സോ ഇതാണ് ഗേറ്റ് വേ ഓഫ് ആർട്സ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു സൗത്ത് ആംപ്ടൺ ആർട്ട് സ്കൂള്. സോ ഇത് 1887 ഒരു മെക്കാനിക്കൽ ലൈബ്രറി ആയിട്ട് തുടങ്ങിയതാണിത്. സോ അത് കഴിഞ്ഞിട്ട് 1912 ഇത് ടൗൺ ഓഫ് സൗത്ത് ആംപ്ടൺ ഇവരൊരു ആർട്ട് സ്കൂളായിട്ട് ഡൊണേറ്റ് ചെയ്യാണ് ചെയ്തത്. സോ അന്ന് തൊട്ട് ഇന്ന് വരെ ഇതൊരു സൗത്ത് ആംപ്ടൺ ആർട്ട് സ്കൂളാണ്. സോ ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതിന്റെ അകത്തോട്ട് ഇപ്പം എനിക്ക് അത്ര അറിയില്ല. പക്ഷെ ഇവിടെ കണ്ടു ഇത് കുറേ ഇങ്ങനത്തെ സൈക്കിളും പിന്നെ അവിടെ ഒരു ആങ്കർ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ this is one of the other things in Southampton, the Southampton Art School. Okay guys, so ഇതെന്ന് പറയുന്നത് നമ്മുടെ പാരീസ് വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അവിടെ ഒരു വേൾഡ് വാറിൽ നമുക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച കുറെ പേർക്ക് മെമ്മോറിയൽ ആയിട്ട് അവർ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന സെയിം സാധനം തന്നെ സൗത്ത് ആംപ്ടണിലും ഉണ്ട്. ദിസ് ഈസ് a place where they remember all of the people who died from Southampton in the World War. So they have written here, they died that we might live in peace. So അങ്ങനെ നമുക്കൊരു ക്രോസ് ഉണ്ട്. ക്രോസിൽ ലെസ്റ്റ് വി ഫോർഗെറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേ കൂട്ടന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ബോർഡിൽ ഐ ഗെസ് അവരുടെ എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഇസ് എ ക്വൈറ്റ് മെമ്മോറിയൽ എന്ന് വേണമെങ്കിൽ പറയാം. സെയിം ലൈക്ക് ബ്രാംപ്ടൺ, സെയിം ലൈക്ക് പാരീസ്, സോറി. സോ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു ബ്യൂട്ടിഫുൾ ബീച്ചാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പോണ്ടിച്ചേരിയിലൊക്കെ പോകുമ്പോഴത്തേനും കാണില്ല അങ്ങനെ ഒരു വൈബ്. നമ്മുടെ ഒരു സ്റ്റാച്ചു വന്നിട്ട് സ്റ്റാച്ചു നമ്മൾക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേനും ഒരു ബീച്ച് കാണുന്നത് സെയിം വൈബാണ് ഗൈസ്. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാച്ചു പോലെ ഒരു സംഭവം വന്നിട്ട് ഫുൾ ട്രീസും പ്ലാന്റ്സും ഒക്കെ വന്നിട്ട് നേരെ പോകുമ്പോഴത്തേനും നോക്കൂ നമുക്ക് കാണാം ഒരു ഡബിൾ ഷെയ്ഡഡ് ബീച്ച്. സോ ദാറ്റ് ഈസ് ബേസിക്കലി കടലും ലേക്കും കൂടെ ഒന്നിക്കുമ്പോൾ ഉള്ള ഒരു കളർ ഡിഫറൻസ് ആണ് നമുക്ക് അതിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ശരിക്കും ക്യാമറയിൽ കാണാൻ പറ്റുന്നത് നേക്കഡ് ഐസിൽ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. സോ ഇത് കാണാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് ക്യാമറയിൽ. സോ യു ഗൈസ് ക്യാൻ വാച്ച് ഇറ്റ് ബൈ യുവർ സെൽഫ്സ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. Our hearts beat to the city streets. We began to feel the fire. We rise like സോ
ഗൈസ്, സോ ഇതാണ് സൗത്താംപ്ടൺ ബീച്ച്. സോ ഇവിടെ നമുക്ക് സാൻഡ് ഡ്യൂൺസ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ കാണാം, സൗത്താംപ്ടൺ ഒണ്ടേരിയോ ബീച്ച് ആണിത്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇതിപ്പം മോർണിംഗ് ആണെങ്കിൽ പോലും നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് വൈബാണ് ഇവിടുന്ന് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് എന്റെ പുറകിൽ കാണാം, ഇറ്റ്സ് റിയലി ഗുഡ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. ഇവിടെ സാൻഡ് ഡ്യൂൺസ് ഉണ്ട്. പിന്നെ ഇതേ കൂട്ടുന്ന സൺസെറ്റിൽ നമുക്ക് ഇവിടെ ഒരു പൈപ്പർ ഉണ്ട്. അത് സൺസെറ്റിന്റെ സമയത്ത് അത് അവർ വായിക്കും. പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് റിയലി സോ ഗുഡ് ആണ്, നല്ലൊരു വൈബാണ്. സോ യു ഗൈസ് ക്യാൻ സീ ബൈ യുവർ സെൽഫ്, ഇറ്റ്സ് റിയലി ഗുഡ്. സോ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞു തൊട്ട് ഇത് സൗത്ത് ആംപ്ടൺ ബീച്ച് ആണ്. സോ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം, ഞാൻ നേരത്തെ ഒരു വട്ടം മെൻഷൻ ചെയ്തായിരുന്നു ആ ഒരു ടൂർ മാപ്പ് കാണിച്ചപ്പോൾ. ദാറ്റ്സ് ദ ഷാൻഡ്രി ഐലൻഡ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ദ ബേർഡ് സാങ്ച്വറി. സോ അവിടെ ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു ബോട്ട് ടൂറും കൂടെ ഉണ്ട്. ഒരു 9 പേർക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോട്ട് ടൂറും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണാൻ. പക്ഷേ നമ്മളിപ്പോൾ അവിടോട്ട് പോകുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി സമ്മറിൽ ഫുള്ളി ബുക്ക്ഡ് ഔട്ട് ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള ടിക്കറ്റ്സ് കിട്ടിയില്ല. നമ്മൾ നോക്കിയതായിരുന്നു, ബട്ട് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് നോക്കിയിട്ട് നമുക്ക് അത് കിട്ടിയില്ല. സോ അവിടുന്ന് നമുക്ക് ഒരു ബോട്ട് ടൂർ ഉണ്ട് ഐലൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ് ആണെന്നാണ് ഞാൻ റിവ്യൂ കേട്ടുള്ളത്. എനിക്കത് പോകാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈം ഞാൻ പോകുമ്പോഴത്തേനും ഒബ്വിയസ്ലി നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ യാ, ദിസ് ഇസ് ഓൾ അബൌട്ട് ദ സാൻഡ് ഡ്യൂൺസ്, സൗത്താംപ്ടൺ ബീച്ച് ആൻഡ് എവറിത്തിങ്. സോ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഇതിന്റെ പേരാണ് ഡൊമെയിൻ ലുക്ക്ഔട്ട്. സോ യാ, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്പോട്ടാണ് ബ്രൂസ് കൗണ്ടി മ്യൂസിയം ആൻഡ് കൾച്ചറൽ സെന്റർ. സോ ഇത് വന്നിട്ട് അവിടുന്ന് ജസ്റ്റ് ഒരു 1 മിനിറ്റേ ഉള്ളൂ. എല്ലാം ഇതിന് ക്ലോസ് ബൈ ആണ്, എല്ലാ സാധനങ്ങളും. സോ ഇതിപ്പോൾ നമ്മൾ കയറുന്നില്ല, ഇതിന്റെ അകത്തെ സംഭവത്തിലൊന്നും നമ്മൾ കയറുന്നില്ല. സോ ഇത് ജസ്റ്റ് അതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ പോലെ എന്തോ ആണ്. ബട്ട് അതാണ് മെയിൻ ആയിട്ട് മ്യൂസിയം ആക്ച്വലി. സോ ഇത് 1 o'clock തുറക്കുള്ളൂ. സോ നമുക്ക് ടൈമിന്റെ ചെറിയ ലിമിറ്റേഷൻസ് ഉള്ളത് കാരണം നമ്മൾ അകത്തോട്ട് കയറുന്നില്ല. സോ whoever is visiting the Southamptons, you can come here and visit the Bruce County Museum, whatever history they have over here, everything is placed inside. So do check out Bruce County Museum and Cultural Center as well. Don't push back. Don't push back. Don't. ഓക്കെ ഗൈസ്, സോ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന സ്റ്റോപ്പാണ് സൗത്താംപ്ടൺ മാർക്കറ്റ്. സോ ആസ് യു ക്യാൻ സീ, സോ ഇത് നമ്മുടെ നേറ്റീവ്സ്, ഇവിടെയുള്ള നേറ്റീവ്സിനൊന്നും ഐക്യോ അങ്ങനത്തെ ഫർണിച്ചർ ഷോപ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇല്ല അങ്ങനത്തെ ഒരു ഷോപ്പ്. സോ അതുകൊണ്ട് ഈ മാർക്കറ്റിൽ വന്നിട്ടാണ് അവർ ഫർണിച്ചർ, ഹൗസ് ഹോൾഡ് അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതും അവരുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നതും. സോ നമ്മളിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സൊവിനിയർ തപ്പിയാണ്. നമുക്ക് ഇവിടെ സൗത്താംപ്ടണിൽ വന്നു എന്ന് റെപ്രസെന്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ കിട്ടുമോ? കാരണം ഇവിടെ ഷോപ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. കാരണം ഇത് ഭയങ്കര പോപ്പുലേഷൻ കുറഞ്ഞൊരു സ്ഥലമായതുകൊണ്ട്. സോ അങ്ങനെ ഒരു സംഭവം തപ്പിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. കിട്ടുമോ നമുക്ക് നോക്കാം. കമൺ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. ഓക്കെ ഗൈസ്, സോ ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് റെയർ ലൈറ്റ് ഹൗസ്. സോ ഇത് ആക്ച്വലി 2 ലൈറ്റ് ഹൗസസ് ഉണ്ട്, ഒന്ന് ഫ്രണ്ടിലും പിന്നൊന്ന് റെയറിലും. സോ ഇത് ആക്ച്വലി ലാൻഡിലാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഈ റെയർ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ലൈറ്റ് ഹൗസ് വന്നിട്ട് പിയറിനോട് അടുപ്പിച്ചായിരിക്കും. സോ എന്തിനാണ് ബേസിക്കലി ലൈറ്റ് ഹൗസ്? റിവർ വ്യൂവിൽ വരുന്ന ഹാർബർ ഷിപ്സിനോട് ട്രാഫിക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ലാൻഡിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കാരണം തന്നെ കുറച്ച് ഹൈറ്റിൽ വരുന്ന ഷിപ്സിന് ട്രാഫിക്കിംഗ് കൊടുക്കാൻ, സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്പോസിറ്റ് എന്തെങ്കിലും ഷിപ്പ് വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ആക്ച്വലി സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമുക്ക് പിയറിനടുത്തുള്ള
ലൈറ്റ് ഹൗസിൽ പോകുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വ്യൂ കിട്ടും. ഇത്രയൊക്കെ ഒരു നോളജാണ് എനിക്കും ഉള്ളത്. സോ ബേസിക്കലി ലൈറ്റ് ഹൗസ് എന്തിനാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സോ അത്രേ ഉള്ളൂ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോഴും ഈ ഒരു പെയർ ഓഫ് ലൈറ്റ് ഹൗസസ് ഇവിടുത്തെ കമ്മ്യൂണിറ്റീസ് പിന്നെയും പ്രിസർവ് ചെയ്തൊരു ഹിസ്റ്റോറിക്കൽ ഒരു മോണ്യുമെന്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ലൈറ്റ് ഹൗസസ്. സോ യാ ഓക്കെ ഗൈസ്, സോ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ദിസ് ഇസ് ദ ഫ്രണ്ട് ലൈറ്റ് ഹൗസ്. സോ ഇതെന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് ഹൗസ് വ്യൂ ആണ്. ആക്ച്വലി ഇത് നിങ്ങൾക്ക് ഞാൻ എങ്ങനെ അത് എനിക്കറിയില്ല ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന്, ബട്ട് ഈ വ്യൂ നേക്കഡ് ആയാല് ഇറ്റ്സ് റിയലി ഗുഡ്. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. കാരണം ഇത് ലിറ്ററലി ഒരു പോർട്രേറ്റിൽ വരയ്ക്കാൻ പോകുന്ന പോലെ തോന്നും. ഒരു ലൈറ്റ് ഹൗസ് സെന്റർ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ സീ, സ്കൈ, എവറിത്തിങ്. സൺസെറ്റിൽ ഇത് സ്പെഷ്യലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് എനിക്ക് കണ്ണടച്ച് പറയാൻ പറ്റും. ബട്ട് ദിസ് ഇസ് ലൈക്ക് റിയലി ഗുഡ്. സോ യെസ് ഗൈസ്, ദിസ് ഇസ് ദ ഫ്രണ്ട് ലൈറ്റ് ഹൗസ് നിയർ ദ പിയർ. Okay guys, so that's all about Southampton. So ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൗൺ വളരെ ഹിഡൻ ആണ് ഈ ഒരു കാനഡയില്. സോ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ചെറിയ ടൗണിൽ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ചെക്ക് അവർ വീഡിയോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സൗത്താംപ്ടൺ. ആൻഡ് എനിക്ക് ഇവിടുന്ന് കാര്യമായിട്ടൊരു സൊവീനിയർ ഒന്നും കിട്ടിയില്ല, ഞാൻ ഒത്തിരി തപ്പി. സോ ബട്ട് ഞാൻ ഇവിടുത്തെ സീഷോറിൽ നിന്ന് കുറച്ച് ഷെൽസ് കളക്ട് ചെയ്തു. അതുകൊണ്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കുക, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.